ഹലോ ഗൈസ് ഹായ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. നമ്മൾ വണ്ടിയും കൊണ്ട് ജസ്റ്റ് ഒരു ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ വലിയ ഓഫ് റോഡൊന്നുമല്ല. എന്തായാലും നമ്മുടെ വീസ്റ്റോമിൻ്റെ സസ്പെൻഷൻ ട്രാവലും അതുപോലെ സസ്പെൻഷൻ്റെ പ്രശ്നങ്ങളും സസ്പെൻഷൻ ഹാർഡാകുന്ന പോലുള്ള കാര്യങ്ങളും നിങ്ങളും കേട്ടിട്ടുണ്ടാവും. എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അപ്പോൾ അതിനൊരു പ്രതിവിധി യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് മോട്ടോറിംഗ് എന്ന് പറഞ്ഞൊരു ചാനലിൽ വണ്ടി പോത്തോളം ഗട്ടറിലും സ്ലോ ഡൗൺ ചെയ്തില്ലെങ്കിൽ സസ്പെൻഷൻ കുറച്ചും കൂടെ ബെറ്ററായി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ അങ്ങ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, എഴുന്നേറ്റ് നിന്ന് ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ ഇരുന്ന് ഓടിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ വിൻഷീൽഡ് ഒരു പരിധി വരെ വിൻ പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഓടിക്കുമ്പം കാര്യമായിട്ട് വിൻ നോയ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഓഡിയോയുടെ ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ആയിപ്പോയി. ഇത് രാവിലെ ഏകദേശം ഒരു 7:30 കേട്ടോ സമയം. അത്യാവശ്യം കോടയുണ്ട്. അതുപോലെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പല പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. കിളികളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഇടയ്ക്ക് കരിയിലേക്ക് അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ ചെറുതായിട്ട് പേടി പോകും. പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്, ആനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. നമ്മുടെ ഈ ചാനലിൽ തന്നെ മുന്നേ ഞാൻ 2-3 വീഡിയോസ് കാണിച്ചിട്ടുള്ള സ്ഥലമാണിത്. ചുറ്റും കാടും നടുക്കൂടി ഒരു റോഡും മാത്രം. ഒരു മനുഷ്യജീവിയെ പോലും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം. ഇപ്പോൾ തൽക്കാലം എല്ലാവർക്കും റോഡ് ഓപ്പണാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ ഫോറസ്റ്റുകാർ വന്ന് ക്ലോസ് ചെയ്യുമോ അല്ലെങ്കിൽ ടാറിങ് വരുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എൻജോയ് ഇറ്റ് വൈൽ ഇറ്റ് ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് അതൊന്നുമല്ല, വണ്ടിയുടെ സസ്പെൻഷനാണ്. അപ്പോൾ ഞാനിവിടെ എവിടെയും സ്ലോ ഡൗൺ ചെയ്തിട്ടില്ല. 1-2 സ്ഥലത്ത് മാത്രം എമർജൻസി ആയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ABS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഷൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്ലോ ഡൗൺ ചെയ്യാത്തപ്പോൾ. അപ്പോൾ നിങ്ങൾ വീസ്റ്റോം ഓണേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഭാവിയിൽ വീസ്റ്റോം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹംസിലും ബംസിലും സ്ലോ ഡൗൺ ചെയ്യാത്തപ്പോൾ സസ്പെൻഷൻ കുറച്ചും കൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷേ ശ്രദ്ധിക്കണം, അലോയാണ്. വല്ലാണ്ട് പോയി സ്ലാം ചെയ്ത് കഴിഞ്ഞാൽ അലോയും ബ്രേക്ക് ആവും. അപ്പോൾ മൈനർ ഓഫ് റോഡിങ്ങൊക്കെ നമുക്കിപ്പോൾ പറ്റുള്ളൂ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പുതിയൊരു എബിലിറ്റി അൺലോക്ക് ചെയ്ത ഫീലാണ്. കാരണം അത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ. മുന്നേയൊക്കെ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഞാൻ ഓരോ ഗട്ടറിലും പോത്തോളിലും സ്ലോ ഡൗൺ ചെയ്യായിരുന്നു. അപ്പോൾ സസ്പെൻഷൻ ഒരുമാതിരി തെറിച്ച് കളിക്കും നമ്മൾ ഒറ്റക്കാണെങ്കിൽ. വില്ലുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വീസ്റ്റോം ഓണേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പക്ഷേ വല്ലാണ്ട് കൊണ്ട് സ്ലാം ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം ബോട്ടം ഔട്ടാവും അല്ലെങ്കിൽ അലോയ് ബ്രേക്ക് ആവും. സ്ലോ ഡൗൺ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സ്പീഡിൽ പോകണമെന്നല്ല. ജസ്റ്റ് ഡോണ്ട് ടാപ്പ് ഓൺ ദ ബ്രേക്സ്. ബ്രേക്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് മീറ്റർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഏകദേശം ഒരു 40ൻ്റെ ഉള്ളിൽ മാത്രമേ പോകുന്നുള്ളൂ. ലൊക്കേഷൻ നോക്കിയാൽ ഗൈസ് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയാണ് കഴിഞ്ഞ തവണ ആനേനെ കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബ്രേക്കിൽ ടാപ്പ് ചെയ്യാതിരിക്കുന്നതും സ്പീഡ് പോകുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ആരും പോയി സ്ലാം ചെയ്ത് അലോയൊന്നും ബ്രേക്ക് ചെയ്യരുത്. നമ്മളൊരു 25-40 ആ ഒരു റേഞ്ചിൽ മാത്രമേ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ ക്യാമറ അൾട്രാവൈഡ് മോഡലായതുകൊണ്ട് ആ ഒരു സ്പീഡിങ് എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ലൊക്കേഷനിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ണൂർ കേളകത്ത് നിന്ന് റൈറ്റിലേക്കൊരു റോഡുണ്ട്. ഒരു മാതാവിൻ്റെ രൂപക്കൂടൊക്കെ വെച്ചിട്ട് റൈറ്റിലേക്കൊരു റോഡുണ്ട്. ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു കുന്നൊക്കെ കയറി പിന്നെ ലെഫ്റ്റിലേക്കൊരു കോൺക്രീറ്റ് റോഡ് കാണും. ഒരുപാട് മേലേക്ക് വരണം. ഒരു പള്ളിയൊക്കെ കഴിഞ്ഞ് കുറേ മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദേവാലയം റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണും. അപ്പം ആ ദേവാലയം റോഡിലേക്ക് പോകാതെ നേരെ മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് റോഡ് രണ്ടായി സ്പ്ലിറ്റ് ആവുന്ന കാണും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ കോൺക്രീറ്റ് റോഡ് കയറി കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഈ വഴിയാണ്. സ്ട്രെയിറ്റ് റോഡാണ്. വേറെ കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് നേരെ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന പെരിയ 35ലേക്കാണ്. സമയം രാവിലെ 8 മണിയായി. പക്ഷെ ഇപ്പോഴും കോട ഇറങ്ങിയിട്ടില്ല. അല്ല, കോട പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ